എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തിരുവനന്തപുരം പോകുന്ന വഴി പത്തനംതിട്ടയിൽ ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ ഇലന്തൂർ വഴി പോകുമ്പോൾ RC ഫാദേഴ്സ് നടത്തുന്ന ഒരു വൃദ്ധസദനമുണ്ട്. നമ്മളവിടെ അപ്പച്ചന്മാരെയൊക്കെ കാണാൻ വേണ്ടി കയറിയ സമയത്ത് അതിൻ്റെ മുൻവശത്ത് കാണുന്ന ഒരു കാഴ്ച ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് കുറേ പക്ഷികളുടെയൊക്കെ കൂടുണ്ട്. അതിനപ്പുറത്തായിട്ട് നമുക്ക് കാണാം ഒരു ഫിഷ് ടാങ്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏകദേശം 20 മുകളിൽ അന്തേവാസികളുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള മീനിനെ തയ്യാറാക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ ജോഷിയച്ഛൻ നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം. ഓക്കെ. ഈ ഒരു ഫിഷ് ടാങ്കിന് ശരിക്കും എത്ര രൂപ കോസ്റ്റ് ആകുന്നുണ്ട് വെച്ചാൽ? ഇതേ നമുക്കൊരു സത്യം പറഞ്ഞാൽ ഈ മീൻ വളർത്തൽ പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട് ഈ മീൻ വളർത്തുന്നതിന് ഏറ്റവും എളുപ്പം. കാരണം സാധാരണ ഒരു വലിയ ടാങ്ക് പണിത് മീൻ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കുറേ വൃദ്ധരായ ആളുകളെ നമ്മൾ നോക്കുന്നുണ്ട്. മീൻ വളർത്തലുണ്ട്, പക്ഷികളുണ്ട്, കുറേ മറ്റ് ജീവജാലങ്ങളെല്ലാം ഉണ്ട്. ഈ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെ ടാങ്ക് പണിയാം. ഇപ്പം ഇതിന് നമ്മൾ സാധാരണ കോഴിക്കൂടും പക്ഷിക്കൂടൊക്കെ ഉണ്ടാക്കുന്ന വല ഉപയോഗിച്ചാണ് നമ്മളിത് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇത് ഏകദേശം ഒരു എങ്ങനെ നോക്കിയാലും ഒരു 10-40 അടി വീതി വരും ഇതിൻ്റെ വലിപ്പം. അത് നമുക്ക് എത്ര വേണേലും ഉണ്ടാക്കാം നമ്മുടെ ഇതനുസരിച്ച്. ഇതെല്ലാം കൂടെ ഏറ്റവും ഒരു 10,000-15,000 രൂപ 20,000 രൂപയിൽ നമ്മൾ തന്നെ ടാങ്ക് തീരും. ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപയുടെ ചിലവ് വരും. കാരണം ഇത് കോൺക്രീറ്റ് ചെയ്ത് കയറുക എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത് നിൽക്കില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളാണ്. കാരണം ഈ വല മേടിച്ചിട്ട് നമ്മൾ ചുറ്റും വെല്ല് ചെയ്ത് പിടിപ്പിച്ചാൽ മതി. നമ്മുടെ ആവശ്യത്തിന് എത്ര വലിപ്പത്തിൽ വേണേലും നമുക്ക് ഇത് ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന പടുതയുടെ വലിപ്പം പൈസയും കൂടെയാണ് ഇതിൻ്റെ അകത്ത് ആകെ വരുന്നുള്ളൂ. എത്ര മാത്രം മീനെ വേണേലും ഇടാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് സിലോപ്പിയും പലതരത്തിലുള്ള മീനുകളെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇട്ടേക്കുന്നത്. കാരണം ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ ഒത്തിരിയേറെ വിസിറ്റേഴ്സ് വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഇത് നമ്മുടെ ഇവിടുത്തെ അന്തേവാസികൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ചെലവിനായിട്ട് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൊരു 300 മീൻ പിന്നെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഈ കുറച്ച് മീനാണ്. നമുക്ക് വേറെ 3-4 കുളം ഉണ്ട് ഇവിടെ. കാണാം, അതും കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ. ചെലവ് കുറഞ്ഞുള്ള തെർമോക്കോൾ ഷീറ്റാണ് ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട ടാങ്കിനേക്കാളും ചെലവ് കുറവാണ് ഇതിൻ്റെ അകത്ത്. ഇത് കണ്ടോ, ഇത് അതിനേക്കാളും ചിലവ് കുറവാണ്. കാരണം ഇത് തീരെ വാർക്കൊക്കെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കമ്പിയൊക്കെ ഇട്ടിട്ട് ഈ തെർമോക്കോൾ ഷീറ്റ് ഇട്ടിട്ട് പടുത്തിട്ടിരിക്കുക. ഇതിൻ്റെ അതൊരു ഗുണം എന്നാണെന്നറിയോ, ഈ ടാങ്കിൽ നമുക്ക് ഇറങ്ങി കഴുകാം. കാരണം ഇതിൻ്റെ അടിയിൽ നമ്മൾ ഈ അറക്കപ്പൊടി നമ്മുടെ ഈ സിമെന്റിന്റെ പഴയ ചാക്കുകളുണ്ടല്ലോ, അത് ചുമ്മാ നിരത്തി കൊടുത്താൽ മതി. അടിയിലേക്ക് ഇച്ചിരി കട്ടിയിൽ ഒരു ലെയർ ഒരു അരയടിയിൽ കുറേ ഷീറ്റുകൾ അങ്ങ് നിരത്തിയിട്ട് അതിൻ്റെ അകത്തേക്ക് അറക്കപ്പൊടി ഇടുവാണെങ്കിൽ ഉണ്ടല്ലോ, അറക്കപ്പൊടി ഇട്ടിട്ട് ചുമ്മാ കുറച്ച് ഈ വില കുറഞ്ഞ ഷീറ്റ് മേടിച്ചതിൻ്റെ അടിയിലേക്ക് വിരിച്ചാൽ മതി. എന്നിട്ട് പടുത ഇടുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇറങ്ങി നിന്ന് കഴുകാം. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്താലും അല്ലെങ്കിൽ ഈ ഷീറ്റുകൾ ഇട്ടില്ലെങ്കിൽ എന്നാ വെച്ചാൽ കല്ല് കൊണ്ടിട്ട് ഈ പടുതയ്ക്ക് ഓട്ട വീഴും. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എടുത്തി അടിയെ പോലും ഒന്നും സംഭവിക്കില്ല. കാരണം ഈ വെള്ളം ഇതിൻ്റെ കിടന്നോളും. ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് മീനെ ഇട്ടിട്ടുള്ളൂ. പക്ഷെ എന്തുമാത്രം മീനെ വേണേലും കാഴ്ചക്കുള്ള ഭംഗിക്കുള്ളതാണോ അതോ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതാണോ? ഇത് ഭക്ഷണത്തിന് ഉപയോഗിക്കാം. പിന്നെ കൂടുതലായിട്ട് നമ്മൾ കാഴ്ചക്കാർ ഒത്തിരി പേര് ഇവിടെ ആളുകൾ വരുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാട് നോക്കി ഒത്തിരിയേറെ പിള്ളേർ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയൊക്കെ വരുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ഇത് ബ്രഹ്മ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട കോഴിപ്പൂവനാണ്. ഇതൊരു 7 കിലോയൊക്കെ വരും, 7-8 കിലോയൊക്കെ ഇതിൻ്റെ വലിപ്പം വരാറുണ്ട്. അതിനെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ നല്ലൊരു വെറൈറ്റിയാണ്. അപ്പുറത്ത് കിടക്കുന്നത് ഗോൾഡൻ പെസൻ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇനം. സാധാരണ ഇങ്ങനെയുള്ള ഇനത്തിനെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ വിരളമായി കാണുന്ന ഒരു തരം കോഴികളാണ്. ഇതിപ്പോൾ ഒരു 10-20 മുകളിൽ അന്തേവാസികളുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു വർഷത്തേക്ക് വേണ്ടിയുള്ള മീനുകളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെറും 2 കുളത്തിൽ ആക്കിയെടുക്കാറുണ്ട്. ഇത് നമുക്ക് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു 1-2 സെൻറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ വിലക്കുറവിൽ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 15 രൂപയ്ക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരു വർഷത്തേക്ക് വേണ്ടുന്ന മീനുകളെ കിട്ടുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.